നമുക്ക് ഉള്ളിലുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം, പഠിത്തം, എന്തൊരു ഡിഗ്രി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നമ്മൾ കല്യാണം വേണ്ട, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടേ കെട്ടുള്ളൂ, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെ അമ്മായി വന്നിട്ട് ചൊറിയും, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് ചൊറിയും, സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ എനിക്ക് 2 ഇഷ്ടങ്ങളുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എഴുത്താണ്, എഴുത്തിൻ്റെ പാഷനാണ്. ഞാൻ ഒരുപാട് എഴുതുന്ന, സ്കൂളിൽ എസ്സേ റൈറ്റിങ്ങും അന്ന് കവിത എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂമ്പടച്ചു പോയി. അപ്പോൾ അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത്, അന്ന് ബയോളജിക്കും നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. +2 ബയോളജിക്ക് എനിക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92 മാർക്ക്. എനിക്കിവിടെ ഈ സ്റ്റേജ് ഇഷ്ടമല്ല. ഞാൻ അങ്ങോട്ട് വന്ന ഷൂട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ഇവിടം വരെ വരാമോ? ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റേജ് ഇഷ്ടമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ബയോളജിക്ക് 92 മാർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു എൻട്രൻസ് എഴുതിക്കോ, ഡോക്ടർ ആവണ്ടേ. ഞാൻ എഴുതി, ഒരു പ്രാവശ്യം ഞാൻ എൻട്രൻസ് എഴുതി. ഞാൻ 2006 +2 ആണ്. എൻട്രൻസ് എഴുതി, കുഴപ്പമില്ലാത്തൊരു റാങ്ക് കിട്ടി. പക്ഷെ അന്ന് എനിക്ക് തോന്നി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. കാരണം ഈ പറഞ്ഞ അമ്മായിമാരുടെ വകയായിട്ടുള്ള വിവാഹ ഭീഷണി വളരെ ശക്തമായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഞാൻ വിചാരിച്ചത് ശരി, എന്നാൽ എഴുതുന്നൊക്കെ നമുക്ക് BA എടുക്കാം, എല്ലാവരും ഡോക്ടർ ആവുന്നു, എനിക്ക് ഡോക്ടർ ആവണ്ട. അങ്ങനെ BA പഠിക്കാൻ പോയി. ഞാൻ പഠിച്ചത് CMS കോളേജിലാണ്, കോട്ടയം CMS കോളേജ്. ഇവിടെയുള്ള സീനിയേഴ്സിന് അറിയായിരിക്കും, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത കോളേജാണ്. അടിപൊളി വൈബാണ്, സൂപ്പർ കോളേജാണ്. അപ്പോൾ അവിടെ പോയി ആഘോഷിക്കാനുള്ളത് മുഴുവൻ ആഘോഷിച്ച് ഡിഗ്രിയും കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞു. എൻ്റെ കുട്ടി കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് മോനൊക്കെ ആയി. വീട്ടിൽ നിറയെ അസുഖങ്ങളാണ്. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ പിടിച്ചാണ് അവർ മരിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ ഇൻ ലോക്ക് ക്യാൻസർ, ഫുൾ ഓഫ് അസുഖങ്ങൾ. എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി, എനിക്കും ആവായിരുന്നല്ലോ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സ്കില്ലും ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ടും ഈ പറയുന്ന ഒരു അത്യാവശ്യം ഓർത്തഡോക്സ് ആയൊരു ഫാമിലിയിലേക്കാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ വളരെ ആക്റ്റീവാണ്, ഞാൻ സോഷ്യലി ആക്റ്റീവാണ്, എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഉപ്പ പറഞ്ഞു, മോളെ എൻട്രൻസ് എഴുതിക്കോ, നിനക്ക് താല്പര്യമുള്ളതല്ലേ. ഫാദർ ഇൻ ലോൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ പഠിക്കുന്ന കുട്ടികൾ, അവൾ പഠിച്ചോട്ടെ. അങ്ങനെ എൻട്രൻസ് എഴുതി. ഞാൻ KMCT മെഡിക്കൽ കോളേജ് മുക്കത്താണ് ഞാൻ പഠിച്ചത്. ആൻഡ് ബുദ്ധിമുട്ട് ചെറുതായിരുന്നില്ല. MBBS എന്ന് കുറച്ച് പേരെങ്കിലും ഒരു ഡോക്ടർ കുട്ടികളിവിടെ ഉണ്ടാവുമായിരിക്കാം, ആവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ടാവുമായിരിക്കാം. അത് നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ പറഞ്ഞ പോലെ 10 മാസമുള്ള മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയെ ഇട്ടിട്ട് നിങ്ങൾ MBBSന് പോയി, അതിനും മാത്രമൊക്കെ വേർത്താണോ? അതിനും മാത്രം വേർത്താണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കോഴ്സും അച്ഛനോ അമ്മയ്ക്കോ നാട്ടുകാർക്കോ വേണ്ടി പഠിക്കരുത്. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറയാം. ഒരാൾക്കും വേണ്ടി ഒന്നും പഠിക്കരുത്. അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ അത് പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ അനന്തുവിൻ്റെ സെഷൻ, അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറുടെ സെഷൻ, നിങ്ങൾക്ക് തോന്നും മെഡിസിന് പോയേക്കാം, അടിപൊളി പൊളി സെറ്റപ്പ്. നോ, ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നൊരു പ്രായത്തിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ പലയിടത്തുനിന്നും പല തവണ പലതും കേൾക്കുക, കേട്ട് നിങ്ങളുടെ ഒരു ഐഡിയയിലേക്ക് എത്തുക. ആൻഡ് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഡോക്ടർ ആ പറയുന്ന കുഴലൊക്കെ വെച്ചിട്ട് OPയിലിരിക്കുന്ന ഒരാളാണ്. ഞാനും വിചാരിച്ചത് അതുതന്നെയാണ്. പിന്നെ ആളുകളുടെ സഫറിങ് അകറ്റണം. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഏത് മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന ആൻസറാണ് സാമൂഹിക സേവനം, ആളുകളുടെ വേദന അകറ്റണം, മറ്റതാണ് മറിച്ചതാണ്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടാനാണ്. എല്ലാവരും ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടാനാണ്. ഒരാളും നമുക്ക് വീട്ടിലേക്ക് അരിയോ ഗോതമ്പോ ചപ്പാത്തി പൊടിയോ whatever എന്ത് വാങ്ങാനുള്ള പൈസയാണോ അത് ഏൺ ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ സെർവ് ചെയ്യാം. ആ റിയാലിറ്റി മനസ്സിലാക്കുക. ആരും സാമൂഹിക സേവനത്തിന് വേണ്ടി ജനിച്ചവരല്ല. നമ്മുടെ ഏത് ജോലിയും സാമൂഹിക സേവനമാക്കാം.